എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നും ഈ വർഷം പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എൻ്റെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. പരീക്ഷ കഴിഞ്ഞ് ഒരു 3-4 ദിവസം നിങ്ങളൊന്ന് സ്വസ്ഥമായി ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഇതുവരെ നിങ്ങളോട് ഒന്നും പറയാതിരുന്നത്. കാരണം ഇത് ഏറ്റവും റിലാക്സ് ചെയ്യാനുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾ നന്നായി ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, കുടുംബങ്ങളിലേക്കോ വീട്ടുകാരുടെ കൂടെയൊക്കെ യാത്രകൾ പോവുക, നന്നായി വായിക്കുന്ന പാഠപുസ്തകം വായിക്കേണ്ട കേട്ടോ. നിങ്ങൾ കഥാപുസ്തകങ്ങൾ, കവിതകൾ, അങ്ങനെ വായന, പത്രങ്ങളൊക്കെ വായിക്കുക. പാഠപുസ്തകം വായിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല, കാരണം ഒരു വർഷക്കാലം നിങ്ങളോട് പാഠപുസ്തകം വായിക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത്, അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് റിലാക്സ് ചെയ്ത് ചില്ലായിട്ട് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ റിസൾട്ട് വരും. റിസൾട്ട് വരുന്നതോട് മുൻപായി തന്നെ നമ്മുടെ സ്കൂളിൽ 8-9 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ചില ക്യാമ്പുകൾ, ചില പ്രത്യേക ക്ലാസ്സുകൾ എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അതാത് സമയങ്ങളിൽ നിങ്ങൾ അറിയിക്കാം. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ വർഷത്തെ 8ലെയും 9ലെയും ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ടീച്ചേഴ്സ് അല്ല തിരഞ്ഞെടുക്കുന്നത്. പകരം ഇതിന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യാവുന്നത്. ഞാൻ എന്തുകൊണ്ട് ഏറ്റവും മികച്ച കുട്ടിയാണ് എന്നുള്ള നിങ്ങളുടെ തോന്നലും നിങ്ങളുടെ എന്താ പറയുക കൃത്യമായ വിവരണവുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ട നോമിനേഷൻ ഫോം അടുത്ത് തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ അയച്ചു തരുന്നതാണ്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. കാരണം നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല കുട്ടികളാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ നല്ല കുട്ടിയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യം ഉള്ള കാരണങ്ങളാണ് ആ നോമിനേഷൻ ഫോമിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. അത് അടുത്ത ദിവസം തന്നെ നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ വരും. നിങ്ങളെല്ലാവരും മികച്ച കുട്ടികളാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാനും കൂടി കഴിയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അതിൽ പങ്കെടുക്കണം, നിങ്ങളുടെ നോമിനേഷൻ ഫോം അയക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ വീട്ടിലിരുന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം അടുത്ത വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, അടുത്ത വർഷത്തെ നോട്ട് ബുക്കുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അതാത് സമയങ്ങളിൽ അറിയിക്കും. നിങ്ങളത് തീർച്ചയായിട്ടും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഏപ്രിൽ 6 മുതൽ നമ്മുടെ 8-9 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സ്കൂൾ പഠിക്കാൻ പറയാൻ നമുക്ക് ഏറ്റവും മനോഹരമായി പഠിക്കാനും ഏറ്റവും മനോഹരമായി നമുക്ക് ഇടപെടാനും കഴിയുന്ന നമ്മുടെ വിദ്യാലയം, അക്ഷരജ്യോതി പുരസ്കാരം സംസ്ഥാന തലത്തിൽ നേടിയുള്ള നമ്മുടെ വിദ്യാലയത്തിൽ നിങ്ങളുടെ അയൽവാസികളെയും നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആളുകളോട് പറയണം ഈ വിദ്യാലയത്തിൽ അവരുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കണം. അവർക്കും ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും മികവുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏപ്രിൽ 6 മുതലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ, QAC കൺവീനർമാരുടെ, ക്ലസ്റ്റർ ഹെഡുമാരുടെ, ഇനി വേണമെങ്കിൽ HMൻ്റെ എല്ലാ നമ്പർ നിങ്ങൾ അവർക്ക് കൊടുത്തോളൂ. അവരോട് വിളിക്കാൻ പറയുക. നമ്മുടെ അഡ്മിഷന് എല്ലാവരോടും പങ്കെടുക്കാൻ വേണ്ടി പറയുക. എല്ലാവർക്കും ഏറ്റവും മികച്ച ഒരു അവധിക്കാലം ആശംസിക്കുന്നു. ഇത് പറയുന്നതോടൊപ്പം രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾക്ക് നല്ല റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കണം. വായിക്കാനായി നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവരെ യാത്രകൾ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒക്കെ ഇത് കഴിയുന്നതോട് കൂടിയിട്ട് ഏറ്റവും മികച്ച രൂപത്തിൽ ഈ കുട്ടികൾക്ക് അടുത്തൊരു വർഷത്തേക്ക് 9ാം ക്ലാസ് വരെ 10ലേക്കും 8ാം ക്ലാസ് വരെ 9ാം ക്ലാസ്സിലേക്കും പ്രവേശിക്കുകയാണ്. അതിനുള്ള മുന്നൊരുക്കം നടത്താനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ കാര്യം രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.